പറഞ്ഞാലേ കേക്കോ? ഒരു പ്രോമിസ് ചെയ്യോ? പറയേ. നമുക്കപ്പം സിനിമാറ്റോഗ്രാഫർ രാകേഷ് ധരൻ. വെൽക്കം രാകേഷ്. എക്സ്ട്രീം എന്ന് പറയാവുന്ന രീതിയിൽ കാറ്റ് പോലെയുള്ള ഒരു സിനിമയുടെ അസോസിയേറ്റ് ആയിട്ട് സിനിമാറ്റോഗ്രാഫി അസോസിയേറ്റ് വർക്ക് ചെയ്യണം. ട്രാൻസ് പോലെയുള്ള സിനിമ വർക്ക് ചെയ്യണം. നിള പോലെയുള്ള സിനിമ വർക്ക് ചെയ്യണം. അപ്പൊ അപ്പുറം ഇപ്പൊ ഓവറോൾ നമുക്ക് മലയാള സിനിമയിൽ വർക്ക് ഐ നോ യു ഹാവ് വർക്ക്ഡ് ഇൻ ബംഗാളി ഫിലിംസ് ആസ് വെൽ. അന്ന് സിനിമാറ്റോഗ്രാഫി പഠിക്കാൻ പോണതിന് മുമ്പുള്ള ഒരു രാകേഷും ഇപ്പോൾ ഉള്ള രാകേഷും ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ തോന്നുന്നു? ശരിക്കും പറഞ്ഞാൽ ഞാനങ്ങനെ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കാൻ സമയം കിട്ടാറില്ല. അങ്ങനെ ഇരുന്ന് ആലോചിക്കാനൊക്കെ. പിന്നെ ഈ പറയുന്ന പോലെ ആ ഒരു ജേർണി തന്നെ ആയിരിക്കും ചിലപ്പം ഇപ്പൊ നമ്മൾ അച്ചീവ് ചെയ്യുന്ന ആ ഒരു എന്താണ് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ക്വാളിറ്റി ഒക്കെ കൊണ്ടുവരുന്നത് ആ ജേർണിയിലൂടെ പോയത് കൊണ്ടായിരിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ മാസ്റ്റേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തതും അവരിൽ നിന്ന് ഞാൻ പഠിച്ചെടുത്തതും അത് പുതിയൊരു സ്ക്രിപ്റ്റ് നമ്മുടെ കയ്യിൽ വരുമ്പോൾ നമ്മൾ അതിൽ എത്രത്തോളം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇതെല്ലാം എനിക്ക് തോന്നുന്നു ആ ജേർണി തന്ന എന്താണ് ലേണിങ്സ് തന്നെയാണ് ആക്ച്വലി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മാസ്റ്റേഴ്സിന്റെ എല്ലാം എലമെന്റ്സ് എനിക്ക് തോന്നുന്നു എന്റെ വർക്കിലും ചെറിയ ചെറിയ രീതിയിൽ വരുന്നുണ്ട്. അതാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ ഒബ്സർവേഷൻ. ഗ്രേറ്റ്. എനിക്ക് നമുക്ക് അപ്പുറത്തിലേക്ക് വരാം. ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതിനുശേഷം വർക്ക് ചെയ്തിട്ടുണ്ടാവും. കാരണം ദിസ് ഹാപ്പൻഡ് ഇൻ ഡിസംബർ. അപ്പോൾ ഇപ്പോൾ കാരണം IFFK സെലക്ട് ആയ ഇന്ദുലക്ഷ്മിയുടെ സിനിമയാണ്. നമ്മളൊക്കെ വളരെ ആഗ്രഹിച്ചതും കൂടിയാണ് ഇന്ദുലക്ഷ്മിയുടെ അടുത്തൊരു സിനിമ വരിക. കാരണം നീള കുറച്ച് കാഴ്ചക്കാരിൽ ഒതുങ്ങി, പിന്നെ ഓഫ്കോഴ്സ് ഈ സ്പേസിലേക്ക് വന്നു. എന്നിരുന്നാലും കൂടുതൽ ആളുകളിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളൊരു സംശയമുണ്ട്. അത് എത്തിയിട്ടില്ല എന്നുള്ള എൻ്റെ ഒരു വിഷമമുണ്ട്. കാരണം അത്ര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാർഡ് വർക്ക് ചെയ്ത സിനിമയാണ്. അപ്പൊ ഇപ്പൊ അപ്പുറം അങ്ങനെ ആ നിലയ്ക്ക് ഫെസ്റ്റിവലിൽ പ്രീമിയർ ചെയ്യുന്നു. നല്ലൊരു സ്ട്രഗിൾ ആയിരുന്നു എന്ന് എനിക്കറിയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്ന. പക്ഷെ ഈ ഒന്ന് ആ ഒരു തിരിഞ്ഞു നോട്ടം എങ്ങനെയാണ് ഈ സിനിമയിലേക്ക്? നിള ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ ആക്ച്വലി ഇന്ദു ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇനിയും സിനിമകൾ ചെയ്യണം, നമുക്ക് ഇനിയും കൊളാബറേറ്റ് ചെയ്യണം, പുതിയ പുതിയ പ്രോജക്റ്റുകളിൽ നമുക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട് എന്ന് അങ്ങനൊരു ഇതുള്ള ആളാണ് പുള്ളിക്കാരി. അപ്പോ ഇന്ദു ഇങ്ങനെ അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ നിളയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ അടുത്ത് എന്ത് ചെയ്യാം, ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്ത് ചെയ്യാം, അല്ലാതെ കൊമേഴ്ഷ്യലി എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു പല രീതിയിൽ. ഞങ്ങൾ ഇന്ദു വർക്ക് ചെയ്ത ചില സ്ക്രിപ്റ്റുകളായിട്ട് ഞങ്ങൾ പല പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ പല സാഹചര്യങ്ങൾ കൊണ്ട് ചിലവൊന്നും പ്രൊഡ്യൂസേഴ്സ് അങ്ങനെ ടേക്കപ്പ് ചെയ്തില്ല. കാരണം ഈ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു കൊമേഴ്ഷ്യലി ചിലതൊന്നും അത്ര കൊമേഴ്ഷ്യലി പെട്ടെന്ന് സെല്ലബിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് ചില ആക്ടേഴ്സിന്റെ അവൈലബിലിറ്റി കിട്ടുന്നില്ലായിരുന്നു. അപ്പോ അങ്ങനെയുള്ള കുറെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഓക്കെ എന്നാൽ നമുക്ക് വളരെ ഇൻഡി മോഡിൽ ഒരു പടം ചെയ്യാം എന്നുള്ളൊരു ഡിസിഷനിൽ വരുന്നത്. അപ്പോ ആദ്യം ഇനിഷ്യലി ആലോചിച്ചത് വളരെ മൈക്രോ ബഡ്ജറ്റിൽ നമ്മുടെ കയ്യിലുള്ള എക്യുപ്മെന്റ്സ് വെച്ച്, ക്യാമറ, കയ്യിലുള്ള എക്യുപ്മെന്റ്സ് വളരെ മിനിമൽ, ഒരു 5-6 ക്രൂ മെമ്പേഴ്സ്, ചെറിയ ഒരു സ്പേസിൽ നടക്കുന്ന കഥ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ വീണ്ടും ആലോചിച്ചത് എഗെയിൻ ഇപ്പൊ നിള പോലെ ഒരു സിനിമ ചെയ്തു, അതിൽ നിന്നുള്ള കുറെ എക്സ്പീരിയൻസസ് ഉണ്ട്. അങ്ങനെ ഒരു സിനിമ ചെയ്താൽ അത് എത്രത്തോളം ആളുകളിലേക്ക് എത്തും, അതിന്റെ ഒരു ഓഡിയൻസ് ആരാണ്, അങ്ങനെയൊക്കെ ഉള്ളൊരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഉള്ളത് കൊണ്ട് അടുത്ത ഒന്ന് ചെയ്യുമ്പോൾ ഒരു പടി മേളിൽ നിൽക്കുന്ന എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിൽ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുകയും ഇന്ദു പറഞ്ഞു ഈ ഈ ഒരു സബ്ജക്റ്റ്, ഇപ്പൊ അപ്പുറത്തിന്റെ സബ്ജക്റ്റ് ഇന്ദു പറഞ്ഞു എനിക്ക് തോന്നുന്നു ഇതാണ് ഈ ഞാൻ അടുത്ത ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഡിസിഷനിലെത്തി. എത്തിയപ്പോ എഗെയിൻ ഫൈനാൻസ് ഒരു പ്രോബ്ലം ആയിരുന്നു. എഗെയിൻ ഞങ്ങൾ പലരോട് പിച്ച് ചെയ്തൊക്കെ നോക്കി. അപ്പോൾ അങ്ങനെ ഒരു പ്യൂർലി ഫെസ്റ്റിവൽ ഓഡിയൻസിന് വേണ്ടി മാത്രമുള്ള ഒരു സിനിമ ചെയ്യാനൊന്നും ആരും വന്നില്ല മുന്നോട്ട്. അതാണ് സത്യം. അപ്പോൾ ഇന്ദു തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനം വരികയും ഞങ്ങൾ നിളയിൽ വർക്ക് ചെയ്ത ടെക്നീഷ്യൻസ് എല്ലാവരും, പ്രധാനമായിട്ട് അപ്പു ഭട്ടതിരി, ബിജിപാൽ സാറ്, അങ്ങനെയുള്ള എല്ലാവരും അപ്പോൾ അതിനോട് ചേർന്നു. എല്ലാവരും പറഞ്ഞു ഓക്കെ നമുക്ക് ചെയ്യാം, അങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്തെടുക്കാം എന്ന് പറഞ്ഞാണ് ആക്ച്വലി അപ്പുറത്തിന്റെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് എഗെയിൻ നമ്മൾ മനസ്സിലാക്കിയ ഒരു സാധനമുണ്ട്. ഇന്നത്തെ ഒരു കാലത്ത് നമ്മളൊരു പ്രോഡക്റ്റ്, ഒരു സിനിമ നമ്മളെ ആളുകളുടെ മുമ്പിൽ, കാരണം ആളുകളുടെ ഒരു വിഷ്വൽ ഇത് മാറി. ഇപ്പോ അവർ പലതരം ക്വാളിറ്റി കണ്ടന്റിനോട് എക്സ്പോസ്ഡ് ആണ്. എന്ന് വെച്ചാൽ അതിപ്പം വിഷ്വൽ ക്വാളിറ്റി ആയിക്കോട്ടെ, പ്രൊഡക്ഷൻ ഡിസൈൻ ആയിക്കോട്ടെ, ഈവൻ പോസ്റ്റ് പ്രൊഡക്ഷൻ ഓൾസോ.
അപ്പോ നിളയിൽ ഞങ്ങൾ ആക്ച്വലി ഞങ്ങൾക്ക് സിങ് സൗണ്ട് ചെയ്യണം എന്നായിരുന്നു. പക്ഷെ അത് അന്ന് ചില ഇഷ്യൂസ് കാരണം അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ അപ്പോൾ ഒരു തീരുമാനം എടുത്തു, ഈ സിനിമ പ്യൂർലി ഫെസ്റ്റിവൽ പോകുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇത് ഒരു സിങ് സൗണ്ട് പ്രോജക്റ്റ് ആയിരിക്കണം. രണ്ടാമതായിട്ട് ഇതിന്റെ വിഷ്വൽ ക്വാളിറ്റി ഇപ്പം ആദ്യമൊക്കെ വളരെ ഒരു ചെറിയ മേ ബി ഒരു DSLR ടൈപ്പ് ക്യാമറയിൽ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ചുകൂടെ പുഷ് ചെയ്തു. ഞങ്ങൾ അങ്ങനെ ലാസ്റ്റ് ഇതൊരു അലക്സയിൽ ചെയ്യാമെന്ന്, അലക്സ മിനിയിലാണ് ലാസ്റ്റ് ആ മൂവി ചെയ്തത്. അപ്പോൾ അതൊക്കെ ആക്ച്വലി ഞങ്ങൾ ഒരു പടി പുഷ് ചെയ്യുമായിരുന്നു, ഈവൻ ദോ ഇതൊരു ഇൻഡിപെൻഡന്റ് ഫിലിം ആണെങ്കിൽ പോലും. കാരണം നാളെ ഇത് കാണുന്ന ഒരു ഓഡിയൻസിന് ചിലപ്പം അവർക്ക് ഇതിന്റെ ബാക്ക് സ്റ്റോറി അറിയണമെന്നില്ലല്ലോ. അപ്പോൾ ഏറ്റവും നല്ലത് ഡെലിവർ ചെയ്യണം എന്നായിരുന്നു ഹിന്ദുവിന്റെയും ഞങ്ങളുടെ ടീമിന്റെ ഒക്കെ ഒരു എഫേർട്ട്. അപ്പൊ ഇതാണ് എനിക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് ഇത് നിളയെ പറ്റി ആലോചിക്കുമ്പോൾ. പിന്നെ ഇതിന്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജും ഈ പറയുന്ന പോലെ ഹിന്ദു എനിക്ക് തോന്നിയത് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിരുന്നു. കാരണം കഴിഞ്ഞ നിളയിൽ നിന്നുള്ള ഒരു ലേണിംഗ് ഉണ്ട് ഹിന്ദുവിനും ആസ് എ ഡയറക്ടർ. അപ്പോ നമ്മൾക്ക് എന്തുമാത്രം എടുത്താൽ മതി, ഷൂട്ട് ചെയ്താൽ മതി, എത്രത്തോളം കവറേജ് വേണം, നമ്മൾ വെറുതെ ഒരുപാട് ഷൂട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ആ ഒരു ലേണിംഗ് ഒക്കെ കുറച്ചും കൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ വളരെ ഡിസിഷൻ, ഷോട്ട് ടേക്കിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം കൃത്യം എന്താണ് സ്ക്രീനിൽ വരേണ്ടത് എന്നുള്ള കൃത്യമായ ധാരണ ഇന്ദുവിനുണ്ടായിരുന്നു. അപ്പോ അത് ആക്ച്വലി വേറൊരു രീതിയിലാണ് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ ഒന്ന് ലിമിറ്റഡ് ബഡ്ജറ്റിൽ കളിക്കുന്ന ഒരു പരിപാടിയാണിത്. അപ്പം നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വാല്യുഡബിൾ ആണ്. ഓരോ ദിവസവും എങ്ങനെ കുറയ്ക്കാം, എന്നിട്ട് ആ പൈസയും കൂടി എങ്ങനെ ഇതിന്റെ ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ബെറ്റർ ആക്ടറിനെ കാസ്റ്റ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാമെന്നാണ് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ വ്യക്തമായ പ്ലാനിങ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. പ്രീ പ്രൊഡക്ഷൻ സമയത്ത് കൃത്യമായിട്ട് ഞങ്ങൾ പല സീക്വൻസ് സ്റ്റോറി ബോർഡ് ചെയ്ത് നോക്കി. മൾട്ടിപ്പിൾ ടൈംസ് ഈ ലൊക്കേഷൻസ്, ആദ്യം ലൊക്കേഷൻ സ്കൗട്ടിങ് തന്നെ ഒരു പ്രത്യേക ഇതായിരുന്നു. കാരണം മുൻപ് നിള ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ പലപ്പോഴും നമുക്ക് ചില ലൊക്കേഷൻസ് ഞങ്ങൾക്ക് വേണമായിരുന്നു, ചിലത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ ഒരു വീട് വേണം, ആ വീട്ടിന് ഇങ്ങനൊരു ഫീല് തോന്നണം, അതിന്റെ രണ്ടാമത്തെ വേറൊരു വീട് വേണം, അതിന് ഇങ്ങനെ ഒരു ഫീൽ ആയിരിക്കണം, അങ്ങനെയൊക്കെ കൃത്യമായിട്ടൊരു വിഷ്വൽ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ റെക്കെ അത്രത്തോളം ട്രിവാൻഡ്രത്ത് പല സ്ഥലങ്ങൾ പോയി കണ്ടു. അങ്ങനെയാണ് ഫൈനലി ലൊക്കേഷൻ റെക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളുടെ ഒരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. ആ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് വെച്ച് ഞാന്, ഇന്ദു, ഇതിന്റെ പ്രൊഡക്ഷൻ ഡിസൈനർ ജയേഷ്, പിന്നെ ഇതിന്റെ ആർട്ട് ടീം, ആർട്ട് അസിസ്റ്റൻസ് ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ. പ്രധാനമായിട്ട് ഞാനും ഇന്ദു ആയിരുന്നു ഇതിലെ പ്രധാന ആർട്ട് ഡയറക്ടേഴ്സും. അപ്പൊ ഞങ്ങൾ കുറച്ച് ആർട്ട് അസിസ്റ്റൻസിനെയാണ് ഇപ്രാവശ്യം യൂസ് ചെയ്തത്. അപ്പൊ അവരെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളാണ് ചെയ്തു തരേണ്ടത് നിങ്ങൾ. അത് കാർപ്പന്റേഴ്സും പെയിന്റേഴ്സ് അങ്ങനെയുള്ള ആളുകളായിരുന്നു. അപ്പൊ അവർക്ക് ഞങ്ങൾ വേണ്ട ബ്രീഫ് കൊടുത്തിട്ട് ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ ലൊക്കേഷൻ ചെറുതായിട്ടൊക്കെ ഓൾട്ടർ ചെയ്തു. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ അതിന്റെ ഒരു പ്രപ്പ് സ്റ്റേജിൽ, പ്രധാനമായിട്ട് പ്രൊഡക്ഷൻ ഡിസൈനിന്റെ കാര്യത്തിൽ. കോസ്റ്റ്യൂംസും ഒക്കെ ഈ പറയുന്ന പോലെ ഞങ്ങൾ തന്നെ, ഹിന്ദി ലോ ബഡ്ജറ്റ് പടമായതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ തന്നെ ഇന്ദുവിന്റെ തന്നെ കെയർ ഓഫിലുള്ള പല സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങൾ പോയി വാങ്ങിക്കുക, ചില ആക്ടേഴ്സ് തന്നെ കൊണ്ടുവന്നു. അങ്ങനെയൊക്കെ അതിൽ നിന്ന് പിന്നീട് ഞങ്ങളുടെ പാലറ്റിന് വേണ്ടത് ഞങ്ങൾ കൃത്യമായിട്ട് ചൂസ് ചെയ്തു. അങ്ങനെ ഒരു വിഷ്വൽ പാലറ്റ് ഉണ്ടാക്കി, ആ കളർ പാലറ്റിനുള്ളിൽ നിന്ന് വർക്ക് ചെയ്തു. അപ്പൊ ഈ നിളയിൽ നിന്നുള്ള ലേണിംഗ് ഒരുപാട് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ സഹായിച്ചു. അതാണ് പറയേണ്ടത്, എനിക്ക് എടുത്തു പറയേണ്ടത്. ആനിമേറ്റേഴ്സിന്റെ അടുത്തേക്ക് സംസാരിക്കുമ്പോൾ ആനിമേറ്റേഴ്സ് പറയുന്നത് ഒരു ലൈവ് ആക്ഷൻ സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ് ഓരോരുത്തരെ ഏൽപ്പിക്കാം. പക്ഷെ ബീങ് ആൻ ആനിമേറ്റർ ആൻഡ് ആൻ ആനിമേറ്റഡ് ഡയറക്ടർ, ആനിമേഷൻ ഡയറക്ടർ എന്ന് പറയുമ്പോൾ എല്ലാം അതിന്റെ ഇപ്പൊ രാകേഷിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് അതാ തോന്നുന്നത്. യു ആർ പാർട്ട് ഓഫ് എവറിത്തിങ്. ലൈക്ക് ആർട്ടിന്റെ പാർട്ടാണ്, കോസ്റ്റ്യൂമിന്റെ പാർട്ടാണ്, സിനിമറ്റോഗ്രാഫി ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് യുവർ ഡൊമൈൻ, ഡയറക്ഷനിലും യു ആർ സപ്പോർട്ടിങ് ഇന്ദു. ഇപ്പൊ ഈ ഒരു എക്സ്പീരിയൻസ് ഓഫ് ബീങ് പാർട്ട് ഓഫ് എവറിത്തിങ്, ലൈക്ക് എന്നാ സിനിമറ്റോഗ്രാഫിന്റെ റെസ്പോൺസിബിലിറ്റി അത്ര തന്നെ ഉണ്ടായിരുന്നു. ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു ഇന്നൊരു റിഥം പിടിക്കണം, ഇത് അങ്ങനെ അതെങ്ങനെ ഡിസൈഡിങ് ഫാക്ടർ എന്താണ്? സ്റ്റോറി ആണോ, കോണ്ടന്റ് ആണോ, ആക്ടേഴ്സിന്റെ റിഥം ആണോ, കഥ പറയുന്ന പേസ് ആണോ, അതെങ്ങനെയാ? എനിക്ക് തോന്നുന്നത് ഒന്ന്, ഇന്ദുവിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ, ഇന്ദുവിന്റെ സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ സ്ക്രിപ്റ്റിൽ ഒരുപാട് വിഷ്വൽ ക്യൂസ് ഉണ്ട് ആക്ച്വലി. ഞാൻ മുമ്പ് ചില സിനിമകളിൽ വർക്ക് ചെയ്തപ്പോൾ മേ ബി പ്യൂർലി ടെക്സ്റ്റ്, ഡയലോഗ്, ക്യാരക്ടർ ആരാണ്, ഡയലോഗ്, അങ്ങനെ മാത്രമായിരിക്കും ചില സ്ക്രിപ്റ്റുകൾ വരുന്നത്. പക്ഷെ ഇത് കുറച്ചും കൂടി ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എന്താണ് ഇതിന്റെ വിഷ്വൽ ക്യൂ,
ഇതിനകത്ത് എന്തിനെയാണ് നമ്മൾ എംഫസിസ് ചെയ്യേണ്ടത്, എന്തിനെയാണ് നമ്മൾ കുറച്ച് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിന്ന് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ ഉള്ള വിഷ്വൽ ക്യൂസ് അതിനകത്ത് ഓൾറെഡി വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. പിന്നെ രണ്ടാമത് ഞങ്ങൾ തമ്മിലുള്ള ഭയങ്കര എക്സ്റ്റൻസീവ് ഒരു ഡിസ്കഷൻ ഉണ്ട്. അതിനകത്ത് ഞങ്ങൾ പല ഡിസിഷൻസും ഇങ്ങനെ എടുക്കാറുണ്ട്. അതായത് ഇപ്പോ ഓക്കെ, ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നു, അപ്പോൾ നമ്മൾ എങ്ങനെയാണ്, നമ്മൾ കുറച്ച് മാറി നിന്ന് ഒരു ഒബ്സർവറെ പോലെ കണ്ടാൽ മതിയോ, അതോ ഷുഡ് ക്യാമറ ടേക്ക് പാർട്ട് ഇൻ ദാറ്റ്, അതിനകത്ത് ഇൻവോൾവ് ചെയ്ത് ചെയ്യണോ, അങ്ങനെയുള്ള ഡിസിഷൻസ്. അല്ലെങ്കിൽ ഇത് കൃത്യമായി ഇത് ക്ലോസിൽ മാത്രം മതി, അപ്പൊ ഇത് കേൾക്കുന്ന ആളെ കാണിക്കണം എന്നില്ല, അത് പറയുന്ന ആള് മാത്രം മതി. അങ്ങനെയൊക്കെയുള്ള ചില വിഷ്വൽ ഡിസിഷൻസ് ഞങ്ങൾ ഡിസ്കഷനിലൂടെയാണ് എടുക്കുന്നത് പ്രധാനമായിട്ടും. പിന്നെ പേസ് നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തുള്ളൂ, എത്ര പ്ലാൻ ചെയ്താലും ആ ലൊക്കേഷനിലെത്തി റിയൽ ലൈഫ് ആക്ടേഴ്സ് വന്നു, അവിടെ ഈവൻ സെറ്റ് പ്രോപ്പർട്ടീസ് ചിലത് വന്നു, ഈവൻ ദ സ്പേസ്, ചിലപ്പോൾ അവരിയ്ക്കുന്ന 2 പൊസിഷനിങ് ആയിരിക്കാം, അതിലൊക്കെ ഒരുപാട് ചേഞ്ചസ് പിന്നീട് വരും. അപ്പൊ ആ ചേഞ്ചസിനെ അഡാപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ എംബ്രേസ് ചെയ്ത് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ഞങ്ങൾ. കാരണം ആ സമയത്ത് നമ്മൾ അല്ലോ ഇങ്ങനല്ല, നമ്മൾ പ്രപ്പില് ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തത് എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിന്ന് അല്ലെങ്കിൽ ഡൗട്ട് അടിച്ച് നിൽക്കുന്ന ഒരു പരിപാടി ഇല്ലായിരുന്നു. നമ്മൾ അപ്പൊ തന്നെ എന്താണ് നെക്സ്റ്റ് ബെസ്റ്റ് എന്ന് ആലോചിക്കുന്നു. അപ്പൊ അങ്ങനെ കുറെ ഫാക്ടേഴ്സും കൂടെ ഇതിന്റെ ഒരു പേസിന്റെ ഒക്കെ കാര്യത്തിൽ ഒരു ഫാക്ടർ ആയിട്ടുണ്ട് ഡിസിഷൻ എടുക്കുന്നതിൽ. ആക്ടേഴ്സിന്റെ കാര്യത്തിൽ ഇപ്പൊ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ജഗദീഷ് ചേട്ടനാണെങ്കിലും മിനി ആണെങ്കിലും അനഘ ആണെങ്കിലും ലൈക്ക് ജഗദീഷ് ചേട്ടൻ കംസ് വിത്ത് ലൈക്ക് അദ്ദേഹം കഥയുമായിട്ട് സിനിമയിലേക്ക് വന്ന ഇത്രയും സിനിമയുടെ എക്സ്പീരിയൻസ് അടുത്ത കാലത്ത് ചെയ്തിട്ടുള്ള എല്ലാം അസാധ്യ കഥാപാത്രങ്ങളാണ്. മിനി ഷീ കംസ് വിത്ത് എന്താ പറയുക സ്റ്റേജ് ഡിറക്ഷനും അത്രയും ഓക്കെ ഫിലിം എക്സ്പീരിയൻസും ഉണ്ട്. അനഘ റിലേറ്റീവ്ലി ന്യൂ ആണ്. അപ്പൊ ഇതിന്റെ ഒരു ഇവരുടെ തമ്മിലുള്ള ഒരു ബാലൻസിങ് കൂടി നോക്കേണ്ടതുണ്ട്. കാരണം ഔട്ട്പുട്ട് എക്സ്പെക്ട് ചെയ്യേണ്ടതുണ്ടല്ലോ. സോ ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? ലൈക്ക് യു ആർ റിസീവിങ് ഇൻപുട്സ് ഫ്രം ദം ഓർ യുനോ, കാരണം ഇത് ആ രീതിയിൽ അനഘയ്ക്ക് ഒരു പക്ഷെ ഇന്നതാണെന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കേണ്ടി വരെയായിരിക്കും. മറ്റുള്ളവർ അതനുസരിച്ച് കൺസീവ് ചെയ്യേണ്ട അവരുടേതായിട്ടുള്ള രീതിയിൽ മോഡുലേഷനും ഐ മീൻ ഡയലോഗ്സ് ബിക്കോസ് ഇറ്റ്സ് എ സിംഗ് സൗണ്ട് ആസ് വെൽ. അപ്പൊ അതിന്റെ ഒരു വർക്കിംഗ് ടുഗദർ ഹൗ വാസ് ഇറ്റ്? പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നു ജഗദീഷ് സാറ് ഈ പ്രോജക്റ്റിൽ ഉണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു ഞങ്ങളുടെ ഒരു പ്രധാന ഒരു റെസ്പോൺസിബിലിറ്റി. അതായത് പുള്ളി ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസും സിനിമ ഒരു ഇതിൽ നിന്ന് വരുന്ന ഒരാളാണ്. അപ്പം പുള്ളിയുടെ മുന്നിൽ നമ്മൾ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യണം ഡ്യൂറിങ് ദ മേക്കിംഗ് പ്രോസസ്. അത് ഞങ്ങൾക്ക് വളരെ നിർബന്ധമായിരുന്നു. അങ്ങനെ ഒരു കൺഫ്യൂഷനോ ഒന്നും ഉണ്ടാവാൻ പാടില്ല, എല്ലാം കൃത്യമായിരിക്കണം. അപ്പോ പക്ഷെ ഞങ്ങളെ ഞെട്ടിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് കാരണം പുള്ളിക്ക് കൃത്യമായിട്ട് ഈ പറയുന്ന പോലെ ഓക്കെ ഈ ഷോട്ടിൽ ഞാൻ ഇവിടെ ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഇതിൽ ഇത്രയാണ് ഞാൻ ടേൺ ചെയ്യുന്നത്, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പുള്ളിയുടെ ഭാഗത്തു നിന്ന് ഒരുപാട് ആസ് എ സിനിമാറ്റോഗ്രാഫർ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം പുള്ളിക്ക് ക്യാമറയുടെ ഒരു പൊസിഷനിങ്ങിനെ പറ്റിയും ഒക്കെ ഒരു നല്ല ബോധ്യമുണ്ട് ആക്ച്വലി. പിന്നെ പുള്ളിയും ഒരുപാട് ഇൻപുട്സ് ഒരുപാട് ഞങ്ങൾക്ക് ചിലപ്പം ആ ഒരു പ്രഷറിൽ നിൽക്കുമ്പോൾ ഉള്ള ചില ഇതിൽ ഞങ്ങൾ മിസ്സായി പോകുന്ന ചില കാര്യങ്ങൾ പുള്ളി ശ്രദ്ധിച്ചിട്ട് പുള്ളി പെട്ടെന്ന് പറയും, ഓക്കെ ഞാൻ കഴിഞ്ഞ ഷോട്ടിൽ ഇങ്ങനെയാണ് വന്നത്. അപ്പൊ ഞങ്ങൾ പറയാം ഓക്കെ. കാരണം ഞങ്ങളുടെ ഇപ്പം AD ടീമും ഒക്കെ എത്ര ശ്രദ്ധിച്ചാലും നമ്മൾ ഇപ്പം ഒരു ഇത്രയും പ്രഷർ സിറ്റുവേഷനിൽ, അതും ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്ന ആക്ച്വലി ഒരു 9 ദിവസമാണ് ആക്ച്വലി ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. 9 ദിവസം കൊണ്ട് ചെയ്ത സിനിമയാണ്. അപ്പൊ അതിൻ്റെതായ ഒരു ധൃതിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോ പുള്ളിയുടെ ഭാഗത്തു നിന്നുള്ള അങ്ങനെയുള്ള എക്സ്പീരിയൻസിന്റെ ഇതിലുള്ള ഒരുപാട് ഇൻപുട്സ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മിനി ചേച്ചിയുടെ കൂടെയും അനഘയുടെ കൂടെയും വളരെ കംഫർട്ടബിൾ ആയിരുന്നു. മിനി ചേച്ചിയുടെ കൂടെ മുമ്പും ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ടും വളരെ നല്ല ഒരു ഇതായിരുന്നു അവരുടെ കൂടെ വർക്ക് ചെയ്തപ്പോഴും. അതെ, സിനിമ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ ഓരോ സിനിമയുടെ നേച്ചർ അനുസരിച്ച് ഇപ്പൊ കാറ്റില് അസോസിയേറ്റഡ് ഇൻ ദാറ്റ് സിനിമറ്റോഗ്രഫി പാർട്ട് അതിൽ വർക്ക് ചെയ്യുന്ന നേച്ചർ അല്ല ട്രാൻസെൻഡ് ഒരു എക്സ്ട്രീമിലാണ്. ഇപ്പൊ നിലയുടെയും സോഫാർ എനിക്ക് മനസ്സിലായിട്ടത് അപ്പുറം കുറെ കൂടി ഇമോഷണൽ ടച്ച് ഉള്ള കാര്യമാണ്. അപ്പൊ ഇതിനൊരു കളർ സെൻസും ഉണ്ട്. ഐ മീൻ ഇതിന് ഇന്ന കളർ പിടിക്കണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻറ്റോണേഷൻ സാധാരണ ഓഡിയൻസിന് ഇപ്പൊ എന്നെ പോലെയുള്ളൊരു സാധാരണ ഓഡിയൻസ് ചിലപ്പോൾ അത് മനസ്സിലാവില്ലായിരിക്കും കഥ പറയുന്നതിന്റെ. ഈ ഇത്തരം കാര്യങ്ങളിൽ എന്താ ശ്രദ്ധിക്കുക രാകേഷ്, പ്രത്യേകിച്ച് അപ്പുറത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റ്? മൊത്തത്തിൽ ഞങ്ങൾ ഈ പടത്തിൽ, അതായത് ഈ അപ്പുറത്തിൽ ഞങ്ങൾ ഡിസൈഡ് ചെയ്ത ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അങ്ങനെ ഒരു സിനിമ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള കോസ്റ്റ്യൂമുകൾ വേണ്ട എന്നുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു. അതായത് ഓക്കെ വീട്ടിൽ ഇവരിങ്ങനെ നിൽക്കുകയാണെങ്കിൽ, രാത്രി വീട്ടിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എന്തായിരിക്കും കോസ്റ്റ്യൂം, അത് മതി. പിന്നെ ഈ പറയുന്ന പോലെ എല്ലാം ഈ കളർ പാലറ്റിൽ തന്നെ ഒതുക്കി നിർത്തുന്ന ഒരു പരിപാടിയും ഇതിലില്ല ആക്ച്വലി പറഞ്ഞാൽ.
എന്നാൽ ഒന്നും ജാർ ചെയ്ത് നിൽക്കാതെ അല്ലെങ്കിൽ അങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കാത്ത കളേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് അത്രയും പഴക്കം തോന്നുന്ന മെറ്റീരിയൽസ് വേണം എന്നും ഒക്കെ ഇങ്ങനെ ഇന്ദുവിന്റെ ഒരു ഇൻപുട്ടും ഉണ്ടായിരുന്നു. കാരണം അപ്പം അയൺ ചെയ്ത് കൊണ്ടുവന്ന പോലത്തെ നല്ല ഫ്രഷ് ഉടുപ്പല്ലാത്ത ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഒരു കളർ പാലറ്റ് ഡിസിഷൻ ഇപ്പോൾ ഈ ഒരു ഇൻഡിപെൻഡന്റ് സിനിമയാകുമ്പോൾ ഇപ്പോൾ വലിയ ബഡ്ജറ്റ് ഒക്കെ ഉള്ള ഒരു സിനിമയാണെങ്കിൽ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഇപ്പൊ നമുക്ക് ഒരു വീട് കണ്ട് ഒരു ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ കൃത്യം പെയിന്റ് ചെയ്ത് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന കളറിലോട്ട് ആക്കാനൊക്കെ പറ്റും. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങള് അങ്ങനെ കിട്ടിയിട്ടില്ല. പക്ഷെ ഞങ്ങള് കുറച്ചൊക്കെ ഞങ്ങൾ ഈ പറയുന്ന പോലെ ഞാനും കളറിസ്റ്റും കൂടെ DIയില് ചെറിയ രീതിയിലുള്ള വാൾസിന്റെ ഒക്കെ കളേഴ്സ് ഒക്കെ ഞങ്ങൾ ട്വീക്ക് ചെയ്ത് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സാച്ചുറേഷൻ ലെവലിലോട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ അതെനിക്ക് തോന്നുന്നു നാളെ ഒരു ബഡ്ജറ്റ് ഉള്ള സിനിമയിൽ നമുക്ക് അത്രയും ഡിഫിക്കൽറ്റി കാണത്തില്ല. പക്ഷെ ഞങ്ങൾ ഇതിൽ അങ്ങനെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷന്റെ ഒരു പോസിബിലിറ്റി, DIയുടെ പോസിബിലിറ്റി ഞങ്ങൾ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് എക്സ്റ്റെൻസീവ് ആയിട്ട്. അതൊക്കെയാണ് പ്രധാനമായിട്ട് ഈ ഒരു ലുക്ക് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ. നിളയുടെ സമയത്ത് നമുക്ക് സംസാരിക്കുമ്പോൾ അതിൽ ഫാന്റെ മേലെ നിന്നുള്ള ഷോട്ടും അതിന് ക്യാമറ പ്ലേസ് ചെയ്യണതിന്റെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇതിൽ അപ്പുറത്തിൽ അത്തരം സാധാരണയുള്ളതിന്റെ അപ്പുറത്തേക്ക് മറികടന്നിട്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഷോട്ട്സോ അത്തരം സീൻസ് കൺസീവ് ചെയ്യോ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ അത്തരം മാറ്റങ്ങൾ വരുത്തുക അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? വിഷ്വലി ഈ പറയുന്ന പോലെ അങ്ങനെ ഒരു ടോപ്പ് POV അങ്ങനെ എക്സ്റ്റെൻസീവ് ഇത് വന്നിട്ടില്ല ഇതിനകത്ത്. പക്ഷെ ഇതിൻ്റെതായ ചാലഞ്ചസ് ഉണ്ടായിരുന്നു. കാരണം ഇതിന്റെ ലൊക്കേഷൻസിന്റെ ഒരു കൺജസ്റ്റഡ് സ്പേസിൽ വർക്ക് ചെയ്യുന്നതിന്റെ, കാരണം എല്ലാം കുറച്ചൊക്കെ വീട്ടിനുള്ളിലും ചെറിയ സ്പേസുകൾ, അത് സിനിമ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പൊ എനിക്ക് അധികം പറയാൻ പറ്റില്ല. വളരെ ചെറിയ സ്പേസിനകത്തൊക്കെ നമുക്ക് വളരെ കോർണറിലൊക്കെ ഇരുന്നിട്ട് ഷൂട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അറ്റ് ദ സെയിം ടൈം അങ്ങനെ ഒരു കോർണറിൽ കൊണ്ട് ക്യാമറ വെക്കുമ്പം ഡിസ്റ്റോർഷനും അല്ലെങ്കിൽ സ്ട്രെച്ച് ആയി പോകരുത് വിഷ്വല്, അങ്ങനെയുള്ള കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അത് ലെൻസിങ്ങിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഈ ചെറിയ സ്പേസ് ലൈറ്റ് ചെയ്യാൻ എന്റെ ഒരു ലൈറ്റിംഗ് ടീം ഞങ്ങൾ ഇപ്രാവശ്യം കൂടുതലും LED ഫിക്സേഴ്സ്, LED ലൈറ്റ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മുടെ ഈ ഹെവി ലൈറ്റ്സുമായിട്ട് കയറാൻ പറ്റാത്ത പല സ്ഥലങ്ങളും ഈ സിനിമയിലുണ്ട്. അപ്പോൾ അവിടെ കൂടുതലും LED അപ്പച്ചർ LED ലൈറ്റ്സ് ഒക്കെയാണ് യൂസ് ചെയ്ത് ലൈറ്റ് അപ്പ് ചെയ്തിരിക്കുന്നത്. വളരെ ചെറിയ പ്രാക്ടിക്കൽ ലൈറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെയായിരുന്നു ഇതിലെ ചാലഞ്ചസ്. പിന്നെ ഇതിലും കൂടുതലും എനിക്ക് തോന്നിയിട്ടുള്ള ഞങ്ങളൊരു ഒബ്സർവേഷണൽ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് കൂടുതൽ സ്ഥലങ്ങളിൽ സിനിമ പോയിരിക്കുന്നത്. അതായത് അവരുടെ ലൈഫ് ഇസ് ഹാപ്പനിങ് ആൻഡ് വി ആർ ഒബ്സർവിങ് ഇറ്റ് വിത്ത് എ ക്യാമറ. അപ്പൊ അങ്ങനൊരു കൂടുതലും അങ്ങനെയാണ് നടന്നിട്ടുള്ളത് ഈ സിനിമയുടെ ഒരു വിഷ്വൽ പാറ്റേൺ. സിനിമയുടെ പ്രിവ്യൂ കണ്ടു കഴിഞ്ഞപ്പോ അവരുടെ കിട്ടിയ ഫീഡ്ബാക്ക് സ്വയം തോന്നിയതൊക്കെ എന്തായിരുന്നു? ഇമോഷണലി ഈ സിനിമയുടെ ഏറ്റവും സ്ട്രോങ് കണ്ടന്റ് ആക്ച്വലി ഇപ്പൊ ഇതിന്റെ ക്യാമറയോ അല്ലെങ്കിൽ അതൊന്നുമല്ല, ഇതിന്റെ ഒരു ഇമോഷണൽ ത്രെഡ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അതാണ് ഈ ആളുകളിലേക്ക് കണക്ട് ആവുന്നത്. ഇന്ദുവിന് ഭയങ്കര ഇമോഷണലി അറ്റാച്ച്മെന്റ് ഉള്ള ഒരു സ്ക്രിപ്റ്റ് ആണ്. എനിക്കത് പേഴ്സണലി അറിയാവുന്നതുകൊണ്ടാണ്. അത് ഞങ്ങൾക്ക് സ്ക്രീനിൽ എത്തിക്കാൻ കഴിഞ്ഞു. അത് സ്ക്രീനിൽ നിന്ന് ആളുകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇപ്പൊ കാണുന്ന ഒരു ഫീഡ്ബാക്ക്. പല ആളുകളും കണ്ടിട്ട് ഈ പറയുന്ന പോലെ അവർ ഇമോഷണലി ഏതെങ്കിലുമൊക്കെ പോയിന്റിൽ ടച്ച് ആവുന്നുണ്ട് അവരുടെ. ചിലർ കരയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഓരോരുത്തർ ഫീഡ്ബാക്സ് തരുന്നുണ്ട്. ഞങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിഷമം തോന്നി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരുപാട് ഫീഡ്ബാക്സ് കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ രീതിയിൽ അത് സക്സസ്ഫുൾ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ മിഷൻ സക്സസ്ഫുൾ എന്ന് വേണേൽ പറയാം. അടുത്തിടെ ഇന്ദുവായിട്ടും കൂടി സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇന്ദുവിന്റെ അടുത്ത് ഞാൻ ചോദിച്ചൊരു ചോദ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിള ചെയ്തു, ദായത്തിന്റെ സ്ക്രിപ്റ്റ് ചെയ്തു, ഇപ്പൊ അപ്പുറം ചെയ്തു. ഇനി സങ്കല്പത്തിലുള്ള ഒരു സിനിമ എല്ലാ സർക്കംസ്റ്റാൻസസും ഇപ്പൊ അതിൻ്റെതായിട്ടുള്ള പരിമിതികൾ ഓരോന്നിലും ഉണ്ടായിരുന്നു. എല്ലാം കൂടി ഒത്തു വരികയാണ്, നമുക്ക് നല്ലൊരു പ്രൊഡ്യൂസർ ഒക്കെ ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള സിനിമയായിരിക്കും രാകേഷ് ചെയ്യേണ്ടാവുക, രാകേഷിന് ചെയ്യാൻ താല്പര്യം ഉണ്ടാവുക? എനിക്ക് പേഴ്സണലി ആസ് എ സിനിമാറ്റോഗ്രാഫർ എനിക്ക് ഈ പറയുന്ന പോലെ ഇനിയിപ്പോ ഞാൻ ചെയ്തിട്ടില്ലാത്ത ഒരു ജോണറാണ് പീരീഡ് ഫിലിം. അപ്പോൾ ഒരു പ്യൂർലി ഒരു പീരീഡ് സബ്ജക്ട് ചെയ്യണം എന്ന് എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ ഒരു ഫീച്ചറിൽ ചെയ്തിട്ടില്ലാത്ത ഒരു ജോണറാണ് ഹൊറർ. എനിക്കിത് രണ്ടും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ആസ് എ സിനിമാറ്റോഗ്രാഫർ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രണ്ട് ജോണേഴ്സ് ആണ്. പിന്നെ ഇന്ദുവായിട്ടും ഇനി ഞങ്ങൾ ആക്ച്വലി പ്ലാൻ ചെയ്യുന്നത് കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രീഡം ഉള്ള, കുറച്ചും കൂടെ ആക്ടേഴ്സ്, കുറച്ചുകൂടെ സ്റ്റാർ കാസ്റ്റ് ഉള്ള വലിയൊരു ആക്ടറിനെ വെച്ചിട്ട്, ആ വലിയ ആക്ടർ മീൻസ് ഹു ഈസ് സ്യൂട്ടബിൾ ഫോർ ദ സ്റ്റോറി, അങ്ങനെയുള്ള ഒരാളെ വെച്ച് അങ്ങനെ ഒരു സിനിമ പുൾ ഓഫ് ചെയ്യണം എന്നാണ് ഞങ്ങൾ ഇപ്പോഴത്തെ ഒരു അടുത്ത പ്ലാൻ. അതിനുശേഷം ഇപ്പൊ അപ്പുറത്തിന് ശേഷം രാകേഷ് എന്തെങ്കിലും പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തോ? ഇനി വരാനിരിക്കുന്ന സിനിമകളെ? അപ്പുറത്തിന് മുൻപ് ചെയ്ത ഒരു സിനിമ ഇനിയിപ്പോ റിലീസ് ഉണ്ട്, ഇത്തിരി നേരം എന്ന് പറഞ്ഞ്, റോഷൻ മാത്യു ഹീറോ ആയിട്ടുള്ള ഒരു മൂവി. യെസ്.
റോഷനും സെറിനുമാണ് അതില് മെയിൻ കാസ്റ്റ്. പ്രശാന്തിന്റെ സിനിമ. യെസ് പ്രശാന്ത് വിജയ് ഡയറക്ട് ചെയ്ത മൂവി. അപ്പോ അതാണ് ഇനി വെയിറ്റിംഗ്. ഗ്രേറ്റ്. അപ്പൊ ഇനി അതിനുശേഷം എന്തെങ്കിലും പ്രൊജക്ട്സ് പ്ലാൻ ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാണ്? ഇപ്പൊ ഒരെണ്ണം ഡിസ്കഷനിലുണ്ട്, 2 പ്രോജക്ട്സ് ആക്ച്വലി ഡിസ്കഷനിലുണ്ട്. പക്ഷെ എനിക്ക് അതിന്റെ കൂടുതൽ റിവീൽ ചെയ്യാൻ പറ്റില്ല, കാരണം സ്റ്റിൽ ഇൻ വളരെ ബേബി സ്റ്റേജിലാണത്. വെരി ഗുഡ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അപ്പുറമാണെങ്കിലും ഇത്തിരി നേരമാണെങ്കിലും ഇനി വരാനിരിക്കുന്ന സിനിമകളാണെങ്കിലും. കാരണം എനിക്ക് അതില് രാകേഷിന്റെ ഇൻവോൾവ്മെന്റ് അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിനിമറ്റോഗ്രാഫറിന്റെ അപ്പുറത്ത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കോസ്റ്റ്യൂമിലാണെങ്കിലും ആർട്ടിലാണെങ്കിലും എവിടെയൊക്കെ ഇൻവോൾവ് ചെയ്യാൻ പറ്റുമോ അവിടെയൊക്കെ ഇൻവോൾവ് ചെയ്ത് ഡയറക്ഷൻ സൈഡിലും സഹായിച്ചുകൊണ്ട് പ്രോഡക്റ്റിനെ, ഫിലിമിനെ അതിൻ്റെതായിട്ടുള്ള ബ്യൂട്ടിയിലേക്ക് കൊണ്ടുവരാ, അത് ഇമോഷണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഓഡിയൻസിന് ആ ഒരു റെസ്പോൺസ് കിട്ടുക എന്നുള്ളൊരു മിക്കവാറും സിനിമാറ്റോഗ്രാഫേഴ്സ് അങ്ങനെ ആയിരിക്കാം. പക്ഷെ രാകേഷ് ഈ സിനിമകളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അത്രയും ഇൻവോൾവ് ആയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് സിനിമകളും അത്രയും ആ രീതിയിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പുറവും അതുപോലെ ഇഷ്ടപ്പെടുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്. സിനിമ എല്ലാവരും കാണണം എന്നാണ് ഞാനും ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അമ്മയാണോ അച്ഛനാണോ ആദ്യം പ്രപ്പോസ് ചെയ്തത്? അച്ഛൻ. അല്ലാതെ പിന്നെ അങ്ങനെയും പറയാം.